പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും കേന്ദ്രവും മകുടവുമാണ് പരിശുദ്ധ ത്രിത്വം. ക്രൈസ്തവ ജീവിതം ആരംഭിക്കുന്നത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടാണ്. ക്രൈസ്തവ ജീവിതം മുന്നേറുന്നത് പരിശുദ്ധ ത്രിത്വത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം നുകർന്നും അവിടുന്ന് സാധിച്ച രക്ഷ അനുഭവിച്ചും അവിടുന്നാൽ വിശുദ്ധീകരിക്കപ്പെട്ടുമാണ്. അങ്ങനെ സർവശക്തനായ ദൈവം പരിപൂർണനായിരിക്കുന്ന പോലെ പരിപൂർണതയിലേക്ക്, കാരുണ്യത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് നമ്മൾ വളരുകയാണ്. ഏറ്റവും അവസാനം നമ്മൾ പരിശുദ്ധ ത്രിത്വത്താൽ ആസ്വദിക്കപ്പെട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നിത്യതയിലേക്ക് കടന്നു പോകുന്നത്. നമ്മൾ നമ്മുടെ ആരാധനാ വത്സരത്തിൽ പ്രധാനപ്പെട്ട 3 തിരുനാളുകൾ ആഘോഷിച്ചു. ക്രിസ്മസ്, ഈസ്റ്റർ, പെന്തക്കോസ്ത. ക്രിസ്മസിന് പിതാവിൻ്റെ സ്നേഹം നമ്മൾ ആഘോഷിച്ചു. ഈസ്റ്ററിന് പുത്രനായ ദൈവത്തിൻ്റെ വിജയം നമ്മൾ ആഘോഷിച്ചു. പെന്തക്കോസ്തായിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ വരവ് നമ്മൾ ആഘോഷിച്ചു. ഈ 3 തിരുനാളുകളുടെയും മകുടമായിട്ടാണ് ഇന്നത്തെ തിരുനാൾ. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവം ആകുന്ന 3 വ്യക്തികളാണ്. എന്നാൽ അവർ 3 ദൈവങ്ങളല്ല, അവർ ഒരേ ദൈവമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ത്രിത്വവും അവിടുത്തെ ഏകത്വവും വിളംബരം ചെയ്യുന്ന ദിവ്യരഹസ്യമാണ് പരിശുദ്ധ ത്രിത്വം. പ്രിയപ്പെട്ടവരെ, ബൈബിൾ മുഴുവനും, ബൈബിളിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വെളിപാടാണ് കാണുക. ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കിയാൽ ബൈബിളിലെ പഴയ നിയമം പിതാവായ ദൈവത്തെ പ്രത്യേകമായി വെളിപ്പെടുത്തുന്നു. സുവിശേഷങ്ങൾ പുത്രനായ ദൈവത്തെ വെളിപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങൾ, വെളിപാട് വരെയുള്ള ഗ്രന്ഥങ്ങൾ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുന്നു. എന്നാൽ ബൈബിളിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും പിതാവിനെ നമുക്ക് കാണാനാവും, പുത്രനെ ദൈവം നമുക്ക് കാണാനാവും, പരിശുദ്ധാത്മാവായ ദൈവത്തെയും നമുക്ക് കാണാനാവും. ഉദാഹരണമായിട്ട് ബൈബിളിലെ ഏറ്റവും ആദ്യത്തെ 3 വാക്യങ്ങൾ എടുത്താൽ അതിൽ ഈ പരിശുദ്ധ ത്രിത്വത്തിലെ ഓരോ ആളിനെയും നമ്മൾ കാണുന്നുണ്ട്. ആദിയിൽ ദൈവം എന്ന് പറഞ്ഞാണല്ലോ ബൈബിൾ തുടങ്ങുക. അത് പിതാവിനെക്കുറിച്ച് എന്ന് വേണേൽ പറയാം. ജലത്തിന് മീതെ ആവഹിച്ച കാറ്റ്, അത് പരിശുദ്ധാത്മാവാണ്. ദൈവം അരുൾ ചെയ്തു പ്രകാശമുണ്ടാകട്ടെ, അത് പുത്രനായ ദൈവമാണ്. അപ്പം ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, അതേപോലെ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴായാലും ഈശോയിൽ നമുക്കറിയാം, ഈശോയുടെ ഗർഭധാരണ സമയത്ത് മംഗലവാർത്ത അനുഭവത്തിൽ നമ്മൾ പിതാവിനെ കാണുന്നുണ്ട്, പുത്രനെ കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ കാണുന്നുണ്ട്. മാതാവ് ഗർഭം ധരിച്ചത് പുത്രനായ ദൈവത്തെ, മാതാവിൽ വന്ന് നിറഞ്ഞത് പരിശുദ്ധാത്മാവായ ദൈവം ശക്തിപ്പെടുത്തിയത്, അതേപോലെ മാതാവിനോട് സംസാരിച്ചത് പിതാവായ ദൈവം. ഈശോയുടെ ജ്ഞാനസ്നാന സമയത്ത് നമുക്ക് ഈ പരിശുദ്ധ ത്രിത്വത്തെ പ്രത്യേകമായിട്ട് കാണാനാവും. സ്നാനം സ്വീകരിക്കുവാൻ നിൽക്കുന്ന ഈശോ, പുത്രനായ ദൈവം, പ്രാവിൻ്റെ രൂപത്തിൽ അവിടുത്തെ മേൽ ഇറങ്ങി വരുന്നത് പരിശുദ്ധാത്മാവായ ദൈവം. നീ എൻ്റെ പ്രിയ മകൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ സ്വരം പിതാവിൻ്റെ സ്വരം. താബോർ മലമുകളിലും നമ്മൾ അത് തന്നെ ഒരു രൂപത്തിൽ കാണുകയാണ്. പുത്രനായ ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. പരിശുദ്ധാത്മാവ് മേഘം പോലെ ഇറങ്ങി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിതാവിൻ്റെ സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ നിങ്ങൾ ശ്രവിക്കുവിൻ, അത് പിതാവിൻ്റെ സ്വരം. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഉത്ഥാനത്തിലും നമ്മൾ ഈ 3 വ്യക്തികളെയും പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. നമ്മൾ റോമാക്കാർക്കുള്ള ലേഖനം 8-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പ്രത്യേകം പറയുകയാണ്, യേശു ക്രിസ്തു പുത്രനായ ദൈവം
മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, ഉയർപ്പിച്ചവൻ പിതാവ്, ആത്മാവ്, പുത്രന്, പരിശുദ്ധാത്മാവായ ദൈവം. അപ്പം ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ ബൈബിൾ മുഴുവനും നിറഞ്ഞിരിക്കുക. നമ്മൾ തിരുസഭയിലേക്ക് നോക്കുമ്പോഴും അവിടെ തിരുസഭ ഈശോയുടെ ശരീരമാണ്. പുത്രനായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ദൈവജനം, പിതാവിൻ്റെ ജനമാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ സ്ഥാനത്ത് പുതിയ നിയമത്തിൽ തിരുസഭ. എന്നിട്ട് പരിശുദ്ധാത്മാവിനാൽ പൂരിതമാകുമ്പോഴാണ് ഒരു വിധത്തിൽ സഭയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ കൂദാശകൾ ഓരോന്നും ഉൾക്കൊള്ളുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പരിശുദ്ധ ത്രിത്വത്തിൽ നമ്മൾ ഒന്നുചേരുക. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കപ്പെടുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മൾ സ്നാനമേൽക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ അതാണല്ലോ കൽപ്പിക്കുന്നത്. നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ എന്ന് പറയുകയാണ്. അപ്പോൾ ആ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്ന് ചേർക്കപ്പെടുക. അതേപോലെ തന്നെ നമ്മൾ സ്ഥൈര്യലേപനത്തിലും പിതാവായ ദൈവമാണ് പ്രത്യേക പരിശുദ്ധാത്മാവിനാൽ നമ്മളെ അഭിഷേകം ചെയ്യുന്നത്. പുത്രനായ ദൈവത്തിലൂടെയാണ് അത് സാധിക്കുന്നത്. നമ്മുടെ ദിവ്യ കുർബാന എടുത്തു കഴിഞ്ഞാലും ദിവ്യ കുർബാനയിൽ ആ അപ്പവും മീഞ്ഞും രൂപത്തിൽ അതിലൂടെ നൽകപ്പെടുന്നത് പുത്രനായ ദൈവമാണ്. പിതാവ് നമ്മളെല്ലാം ഒരുമിച്ച് കൂട്ടുന്നു. ആ പിതാവിനോടാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം. പരിശുദ്ധാത്മാവാണ് ദിവ്യ കുർബാനയെ സാക്ഷാത്കൃതമാക്കുക. എപ്പിക്ലേസിസ് എന്നുള്ള പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവ് നിറയുവാണല്ലോ. അപ്പത്തിലും വീഞ്ഞിലും മാത്രമല്ല, അവ സ്വീകരിക്കുന്ന നമ്മളിലും ആ പരിശുദ്ധാത്മാവ് നിറയുന്ന അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ത്രിത്വം കൂട്ടായ്മയുടെ രഹസ്യമാണ്. മനുഷ്യൻ ഒറ്റയ്ക്കിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം അവനെ ഒരുമയാക്കി മാറ്റുക. അതിൻ്റെ കാരണം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ദൈവം അടിസ്ഥാനപരമായി കൂട്ടായ്മയാണെങ്കിൽ മനുഷ്യനും കൂട്ടായ്മയാകാൻ പ്രത്യേകമായിട്ട് വിളിക്കപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ കൂട്ടായ്മയിലൂടെയാണ് നമുക്ക് ദൈവവുമായിട്ടും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം വരുന്നത്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു. ഈ സ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. നമ്മൾ അവിടെ നിൽക്കുന്നത് പുത്രനായ ദൈവത്തിൻ്റെ സ്ഥാനത്താണ്. ഈശോ ഈ പരിശുദ്ധ ത്രിത്വത്തെ പ്രത്യേകമായി വെളിപ്പെടുത്തുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പ്രിയപ്പെട്ടവരെ 14 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് കാണാം. പുത്രനെ വാഗ്ദാനം ചെയ്യുന്നതും പുത്രൻ്റെ പ്രവർത്തനവും ഒക്കെ അവിടെ കർത്താവ് പ്രത്യേകമായിട്ട് വിശുദ്ധീകരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായി വെളിപ്പെടുത്തുന്നത് ലൂക്ക സുവിശേഷകനാണ്. ഈശോയുടെ ജീവിതത്തിൽ മുഴുവനും യേശു രക്ഷകൻ, യേശു ക്രിസ്തുവാണ് എന്നതാണല്ലോ ക്രൈസ്തവ വിശ്വാസം. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ എന്നാണ് അർത്ഥം. പരിശുദ്ധാത്മാവിനാൽ പൂരിതനായവനായ ഈശോ, നമ്മളെയൊക്കെ പരിശുദ്ധാത്മാവിനാൽ പൂരിതനാക്കുന്നവനുമാണ് ഈശോനാഥൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പരിശുദ്ധ ത്രിത്വത്തെ നമ്മുടെ അനുദിന ജീവിതത്തിൽ നിരന്തരം അനുഭവിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഓരോ വ്യക്തിയും പിതാവിൻ്റെ സ്നേഹം നുകർന്ന് ഈശോയോട് ചേർന്ന ദൈവമക്കളായി പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ജീവിക്കുവാൻ പ്രത്യേകമായിട്ട് വിളിക്കപ്പെടുകയാണ്. നമ്മുടെ ഓരോ കുടുംബവും ഒരു കുടുംബത്തിലെ ഒരാൾ മാത്രമല്ല, ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിലേ അവിടെ പ്രിയപ്പെട്ടവരെ കുടുംബമുള്ളൂ. ആ കുടുംബം ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ഒന്നാകുമ്പോഴാണല്ലോ അത് കുടുംബമാവുക. അവരുടെ ആ കുടുംബത്തിൻ്റെ ആരംഭം തന്നെ 2 വ്യക്തികൾ ഈശോയോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പരസ്പരം സമർപ്പിച്ച് ഉടമ്പടി ചെയ്യുമ്പോഴാണല്ലോ കുടുംബത്തിൻ്റെ ആരംഭം. ഇപ്പം നമ്മുടെ ഓരോ കുടുംബവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലാകണം. നിരന്തരം ദൈവവുമായി ഐക്യപ്പെട്ട് പരസ്പരം ഐക്യപ്പെട്ട് ആ സ്നേഹത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബം ത്രിത്വൈക കുടുംബമായി മാറുക. നമ്മുടെ കുടുംബ കൂട്ടായ്മകളും നമ്മുടെ ഇടവകയും സാർവത്രിക സഭയും എല്ലാം പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക്
മനുഷ്യവർഗത്തെ ഒരുമിച്ച് കൂട്ടുക. ഒരു വിധത്തിൽ സഭയുടെ തന്നെ ഉദ്ദേശം അതാണല്ലോ. സഭ എന്ന് പറഞ്ഞാൽ വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ, ദൈവത്താൽ വിളിച്ചുകൂട്ടപ്പെട്ടവരുടെ പരിശുദ്ധാത്മാവിൽ ഒന്നുചേരുന്ന ഈശോയുടെ കൂട്ടായ്മയാണ്. മനുഷ്യവർഗത്തെ മുഴുവനും ആ കൂട്ടായ്മയിൽ ഒന്നു ചേർക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് സ്ഥാപിക്കപ്പെട്ടതാണ് തിരുസഭ എന്നത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ലോകമെങ്ങും ഒരു വിധത്തിൽ സൃഷ്ടികളിൽ പോലും നമ്മൾ ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. എങ്ങും എവിടെയും ഈ പരിശുദ്ധ ത്രിത്വം, അതാണ് ദൈവം. എങ്ങും എവിടെയും എന്നും ആയിരിക്കുന്നവനാണ് ദൈവം. നമ്മോടുകൂടെ എന്നും ആയിരിക്കുന്നവനാണ് ദൈവം. ഒരേ സമയം ദൈവം അത്യുന്നതനാണ്, അതേസമയം അവിടുന്ന് അന്തർയാമിയുമാണ്. നമുക്ക് ദൈവത്തെക്കുറിച്ച് പറയാവുന്ന 3 വാക്യങ്ങൾ: 1, നമുക്ക് വേണ്ടി ദൈവം, ഗോഡ് ഫോർ അസ്. 2, നമ്മുടെ കൂടെ ദൈവം, ഗോഡ് വിത്ത് അസ്. 3-മത്തേത് നമ്മിൽ ദൈവം, ഗോഡ് വിതിൻ അസ്. നമുക്ക് വേണ്ടിയുള്ള ദൈവത്തെ പ്രത്യേകമായി നമുക്ക് പറയാവുന്നതാണ് പിതാവായ ദൈവം. നമ്മുടെ കൂടെയുള്ള ദൈവം, ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ, അതാണ് പുത്രനായ ദൈവം. നമ്മിൽ വസിക്കുന്ന ദൈവം, അതാണ് പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർക്കാം, ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിച്ച് ജീവിക്കുവാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ 2-മത്തെ വായന നമ്മളെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുക. ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുവാൻ നമുക്കൊക്കെ സാധിക്കുന്നു. അത് പരിശുദ്ധാത്മാവിലൂടെയാണ്. പുത്രനായ ദൈവത്തിൻ്റെ ദൈവമക്കളെന്ന രീതിയിൽ ഈശോയിൽ ദൈവമക്കളായി ഒന്നു ചേർന്ന് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിതം, ഓരോരുത്തരുടെയും ജീവിതം ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, പുത്രനായ ദൈവത്തിൽ, പിതാവിലേക്കുള്ള ആ ജീവിതമാണ്. നമ്മൾ ജനനം മുതൽ മരണം വരെയും, പ്രത്യേകിച്ച് ജ്ഞാനസ്നാനം മുതൽ രോഗീലേപനം വരെയും ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാൻ വിളിക്കപ്പെടുക. ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ നാം കൊണ്ടാടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ബോധപ്പെടാം, നാം ഓരോരുത്തരും ആ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കപ്പെടുന്നവരാണ്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ ജീവിക്കുവാനായിട്ട് കൽപ്പിക്കപ്പെട്ടവരാണ്. നമുക്ക് പിതാവിൻ്റെ സ്നേഹം നുകർന്ന് പുത്രനായ ദൈവം സാധിച്ച രക്ഷ അനുഭവിച്ച് പരിശുദ്ധാത്മാവിൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവമക്കളായി വളരാം. പരസ്പരം സ്നേഹിച്ച് സ്നേഹ ഐക്യത്തിൽ നമുക്ക് ആ ദൈവത്തിൻ്റെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിൽ നമുക്ക് ഒന്നു ചേർന്ന് ജീവിക്കുവാനായിട്ട് പ്രത്യേകമായി ശ്രദ്ധിക്കാം. 1-മത്തെ വായന വെളിവാക്കം പോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 ദൈവ വ്യക്തികൾ, എന്നാൽ ഒരേ ദൈവം. ദൈവത്തിൻ്റെ ഏകത്വവും ത്രിത്വവും പ്രിയപ്പെട്ടവരെ നമുക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് ആ ത്രിത്വമാകുന്ന ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവത്തിൽ വസിക്കാൻ, ദൈവികരായി ജീവിക്കുവാൻ, ദൈവമക്കളായി മുന്നേറുവാൻ, ദൈവരാജ്യത്തിലേക്ക് മുന്നേറുവാൻ തയ്യാറാകാം. ദൈവാനുഗ്രഹം ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.